ഒക്കെ ഉണ്ടായത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ലതുണ്ട്. നമ്മൾ ഇങ്ങനെ ഇതേപോലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇതുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം, പറിക്കാം. നമുക്കിത് എന്നിട്ട് നല്ല ഉപ്പേരി ഉണ്ടാക്കാം. ഉണ്ടോ? പിന്നെ തക്കാളി തൈയുണ്ട്, അത് തക്കാളി ഉണ്ടായിട്ടില്ല. പിന്നെ വെണ്ടക്ക ഉണ്ട്, അതുപോലും കായ്ച്ചിട്ടില്ല. ഇതാണിപ്പോൾ കായ്ച്ചത്. ഇതുമ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായത് നല്ലത്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തം പറിച്ചിട്ട് നമുക്ക് തന്നെ ഉപ്പേരിയെല്ലാം വെച്ചാൽ നല്ലതുണ്ടാവും. എന്താ ഇതേപോലെ നമുക്കെല്ലാം പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുക്കളൻ്റെ ഭാഗമാണ്. എന്താ ഇതുപോലെ പറിച്ചെടുത്താൽ മതി. കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു നേരം ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെയും കുറേ ഉണ്ട്, അതൊക്കെ ചള്ള. ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ബസ്മതി റൈസ്, കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് നമുക്കിതൊന്ന് വേവിപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, കുറച്ച് ക്യാബേജ് ഉണ്ട്. അതൊക്കെ കുറേശ്ശെ എടുത്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചതന്നേ ഉള്ളൂ. നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവാള, അത്ര സാധനങ്ങൾ വേണം. അത് നമുക്ക് അടുപ്പത്ത് വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അരി കണ്ടോ, ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവേണ്ടുള്ളൂ. ഇനി നമുക്കിത് വെജിറ്റബിൾ ഇട്ടിട്ടൊന്ന് മൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഫുള്ളങ്ങ് വെന്തോളും. കണ്ടോ? ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാം. ഇത്ര വേവുള്ളൂ. ഇതൊരു ഈ വെള്ളം മുഴുവൻ വാർത്തെടുക്കാം. കണ്ടോ, ഇത് ഇത്ര വെന്ത് വന്നാൽ മതി. അങ്ങനെ, കാരണം ഇനി ഇത് നമുക്ക് ഈ പച്ചക്കറിയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് വെന്തോളും. ഈ വെള്ളം വാർത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിലൊന്നും അധികം വേണ്ട, കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് പശു നെയ്യ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ എണ്ണയിലൊക്കെ ചെറുപ്പം വെന്ത്. പിന്നെ സവാള ഉണ്ട്, ഒക്കെ കുറേശ്ശെ ഉണ്ട്. വാടി വന്നാൽ മതിയെല്ലാം. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ പച്ചക്കറികളെല്ലാം ഇട്ടെടുക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, എല്ലാ പച്ചക്കറിയും, കുറച്ച് മല്ലിയില, ഇത് കുറച്ച് പീസ് ഉണ്ട് വേവിപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഇട്ടോട്ടെ. ഇത് വേവിപ്പിച്ചെടുത്ത പീസ് ഇതെല്ലാം വാടട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ വെന്ത് വന്നു വരട്ടെ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റേറിയനും വെന്ത് വന്നു. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെജിറ്റേറിയനെല്ലാം നമ്മൾ ചോറിന് കണക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറുനാരങ്ങ കൂടെ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ സോക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോയാ സോസ് കുറച്ച് മതി. നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നമുക്ക് വേവിപ്പിച്ച് വെച്ച ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പണിയില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. ഇതുപോലെ അങ്ങോട്ട് കൊടുക്കാം. പിന്നെ
കുറച്ച് നേരം ഒന്ന് അടച്ച് മൂടി, കുറേ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് മൂടിയിട്ട് കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ചോറൊക്കെ നുറുങ്ങിപ്പോവും. മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. ഒറ്റ 5 മിനിറ്റ്, അതിലപ്പുറം വേണ്ട. അപ്പോൾ ചോറൊക്കെ കണക്കാക്കി പോകും. ഇത് വെന്ത് കണ്ടോ ഇതേമാതിരി കിട്ടും. ഇതേമാതിരി ഇങ്ങനെ വേറിട്ട് കിട്ടണം. അപ്പോഴാണ് ആ ഫ്രൈഡ് റൈസിന് ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഫുള്ള് വേപ്പിക്കാണ്ടെടുത്ത ചോറല്ലേ, അപ്പോൾ പിന്നെ ഇതിലൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടിയിട്ടെടുത്ത് എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഇളക്കിയെടുത്താൽ മതി. നുറുങ്ങി പോകണ്ട. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഫ്രൈഡ് റൈസ് വന്നൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ചോറ് പൊട്ടിപ്പോവാൻ മതി. ഇതുപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അധികം വേവാൻ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടാണ്ടും കിട്ടും ചോറ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ കാണാം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.